കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് പിന്നെ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ്. ഞങ്ങളുടെ ഇവിടെ നാട്ടിലുള്ള, അതായത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലുള്ള ഇലഞ്ഞിക്കൽ ശ്രീദേവി ക്ഷേത്രത്തിലെ ശാന്തിയായിരുന്നു. മനോശാന്തി എന്നാണ് ചെറുപ്പം തൊട്ടേ ഞങ്ങളൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് ജ്ഞാനതീർത്ഥ സ്വാമികൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ലിവർ സിറോസിസ് ബാധിച്ച് ആരോഗ്യനില വളരെ മോശമായ അവസ്ഥയിലാണ്. അപ്പം അദ്ദേഹത്തിന് തുടർന്നുള്ള ചികിത്സയ്ക്ക് വലിയൊരു സാമ്പത്തികം തന്നെ ആവശ്യമാണ്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് നിങ്ങളോട് ഒരു അഭ്യർത്ഥന. അപ്പം കഴിയുന്ന സഹായം, നിങ്ങളാൽ കഴിയുന്ന, എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായം എന്താണോ, ഒരു 100 രൂപയാണെങ്കിൽ 100 രൂപയെങ്കിലും എന്ത് സഹായമാണോ പറ്റുന്നത് നിങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം അദ്ദേഹം എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന, അല്ലെങ്കിൽ എല്ലാ മതസ്ഥരോടും വളരെ എന്താ പറയുക, നല്ലൊരു സമീപനമുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പം അദ്ദേഹത്തിന് കുറച്ചുകൂടി ആയുസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നാൾ കൂടി അദ്ദേഹം ജീവനോടെ ഇരിക്കട്ടെ. ഇനിയും അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു തീർക്കാൻ സർവേശ്വരൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യമെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ആ സാമ്പത്തിക ബാധ്യതയിലേക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം അല്ലേ മോൻറ്റ, അദ്ദേഹം പറയുന്നൊരു വീഡിയോ ഉണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൻ്റെ ഇതൊക്കെ ഉണ്ട് അല്ലേ, ഗൂഗിൾ പേ അതൊക്കെ എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ അത് ആ വീഡിയോയിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് കഴിയുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് പിന്നെ സപ്പോർട്ട് ചെയ്ത് തരണം. മാക്സിമം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന എന്താണോ ആ സഹായം നിങ്ങൾ ചെയ്തു തരണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ആ ഒരു സഹായമാണിപ്പോൾ ഞാൻ ആവശ്യപ്പെട്ട് വന്നിട്ടുള്ളത്. താങ്ക് യു. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ അദ്ദേഹം വന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുള്ളൊരു സെൽഫിയാണ് കേട്ടോ ഇത്. ഇവിടെ ഏത് സമയത്തും വരുന്ന ഒരു സ്വാമിജിയായിരുന്നു. എന്നാൽ കഴിയുന്നത് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെ. ഇനി നിങ്ങളെ തിരുവമ്പാടിയിലെ ജാതി മതഭേദമന്യുള്ള മതമൈത്രിയിൽപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഞാൻ ബന്ധപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. നോക്കാനാളില്ല, ആശുപത്രി നോക്കാനാളില്ല. ഇവിടുത്തെ സിസ്റ്റർമാര് അവരെല്ലാം ഒരു നേരത്തെ ഭക്ഷണം പോലും എടുത്തു തരുന്നത്. എന്ത് ചെയ്യാം, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്റെ ചുറ്റും കുടുംബങ്ങളില്ല, ബന്ധുക്കളില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൈ നീട്ടുന്നത്, ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൈ കൂപ്പുന്നത് പൊതുസമൂഹത്തിനോടാണ്, തിരുവമ്പാടിയിലെ പ്രിയപ്പെട്ട ജനങ്ങളോടാണ്. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ഇലഞ്ഞിക്കൽ ദേവീ ക്ഷേത്രത്തിലെ മേൽശാന്തി പ്രിയപ്പെട്ട ജ്ഞാനതീർത്ഥ അവറുകളുടെ 154 ക്ഷേത്രങ്ങളുടെ തന്ത്രിയായിട്ടുള്ള പ്രിയപ്പെട്ട ആ വലിയ മനുഷ്യ സിറോസിസ് പിടിപെട്ടുകൊണ്ട് ഇന്ന് ഹോസ്പിറ്റൽ കിടക്കയിൽ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 1.5 വർഷമായി വെള്ളം കുടിച്ചിട്ട് ഈ 750 മില്ലി വെള്ളത്തിലാണ് ഈ കട്ടം മാറ്റിയല്ല. ഞാൻ 2 കട്ടം മാറ്റത്തില്ല. അവിടെ കിടക്കുന്ന വെള്ളം കാണും. ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്കൊന്നും വേണ്ട, 1 മാസം വെള്ളം കുടിച്ചാൽ മതി. വെള്ളം കുടിച്ചിട്ട് മനുഷ്യനൊന്നും മരിക്കണ്ട. നല്ല ഉറപ്പാണ്, ജനങ്ങൾ എടുക്കും. കാരണം നമ്മൾ ഒരാൾക്ക് പോലും ഒരു ഉത്തരം ചെയ്തിട്ടില്ല. എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ. തന്റെ ജീവിതവും തന്റെ ആരോഗ്യവും സമയവും ജനങ്ങൾക്ക് മാറ്റിവെച്ച വലിയ മനുഷ്യനാണ് പ്രിയപ്പെട്ടവരെ ഈ സ്വാമിജി ജ്ഞാനതീർത്ഥ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ. ഇവിടെ വന്ന സമയത്ത് ഇവിടെ വയറ് വീർത്ത് ഒരുപാട് തവണയായി വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് ലിവർ സിറോസിസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സ്വാമിജി അവരുടെ കിഡ്നിയെ, ആയുസ്സും ഓജസ്സും ആരോഗ്യവും തന്റെ എല്ലാ സമ്പാദ്യങ്ങളും നാടിനും സമൂഹത്തിനും ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും അശരണർക്കും. പ്രിയപ്പെട്ട ഫാദിൽ വീരാൻകുട്ടി അവർ ഡോക്ടർ അവരുമായി സംസാരിച്ചപ്പോ എമർജൻസിയാണ്, വളരെ എമർജൻസിയാണ്.
പ്രിയപ്പെട്ട സ്വാമിജി അവരുടെ കരട് മാറ്റിവെക്കാതെ ഈ നാട്ടിലെ തിരുവമ്പാടിയിലെ 100 കണക്കിന് ആളുകൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, സംഘടനകൾ, രാഷ്ട്രീയത്തിനും മതത്തിനും ജാതി ചിന്തകൾക്ക് അതീതമായി ആ പ്രിയപ്പെട്ടവനെ, നമ്മുടെ പ്രിയപ്പെട്ട സ്വാമിജിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് എൻ്റെ കുട്ടിക്കാലം മുതൽ പല വേദികളിലും സൗഹാർദ്ദ വേദികളിൽ പങ്കെടുത്ത ഒരു ആത്മീയാചാര്യനാണ് പറയപ്പെട്ട സ്വാമിജി. നന്മ മാത്രം ചെയ്ത അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും കരുണ ചൊരിയണേ എന്നാണ് ഏത് മതവും ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും ഏറ്റെടുക്കണേ, എല്ലാവരും ഷെയർ ചെയ്യണേ, എല്ലാവരും സഹായിക്കണേ പ്രിയപ്പെട്ടവനെ. അള്ളാഹിനെ ഓർത്തുകൊണ്ട്